ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ മാതിരി ഇന്ന് എൻ്റെ ശരിയായില്ല. അതായത് ആറ്റുനോറ്റുന്ന കുറച്ച് നെയ്ച്ചോറ് വെച്ചതാണ്. അതിലാണെങ്കിൽ വെള്ളവും ക്യാരറ്റും കടലയൊക്കെ ഇട്ടിട്ട് കുറച്ചങ്ങോട്ട് കളർഫുൾ ആക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ സംഭവം വേറെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് കളയാൻ പറ്റൂലല്ലോ. പല്ലില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ അസല് നല്ല അടിപൊളി ചോറ് തന്നെയാണ്. വൈകുന്നേരത്തേക്ക് നമുക്ക് എണ്ണക്കടിയായിട്ട് ബോണ്ടിയും മുളക് ബജ്ജിയും സമൂസയും കൂടെ ആണ് കേട്ടോ. മുളക് ബജ്ജിയിലാണെങ്കിൽ ഭയങ്കര എരിയാണ്. എരിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സംഭവം വാങ്ങിച്ചത്. പക്ഷെ ഒന്നാമത്തെ കടിക്കന്നെ നമുക്ക് പിന്നെ അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അല്ലെങ്കിൽ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ മുകളത്തെ ഒരു മസാല കഴിച്ചിട്ട് ബാക്കി ഞാനങ്ങോട്ട് കളയാറാണ് കേട്ടോ. അതായത് ആ മുളക് ഞാൻ അങ്ങനെ കഴിക്കാറ്. ഏതായാലും രണ്ടും പാളിപ്പോയ സ്ഥിതിക്ക് നമുക്കൊരു ഷെയ്ക്ക് അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഷെയ്ക്ക് തന്നെയാണ് കേട്ടോ. അധികം നമ്മളൊരു 4 മണി ടൈമിലൊക്കെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കാറുള്ളത്. ഷുഗർ ഒന്നും ആഡ് ചെയ്യാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. ജ്യൂസ് എന്നും ഷെയ്ക്ക് എന്നൊക്കെ പറയാം. അത്രയ്ക്ക് അങ്ങോട്ട് കട്ടിയൊന്നുമില്ല. ഒരു 6 ഈത്തപ്പഴം, 2 ഫുൾ ആയിട്ടുള്ള ഒരു ബനാന, കുറച്ച് കാഷ്നട്ടും കുറച്ച് ബദാം. ഇതിലോട്ട് നമുക്ക് കട്ടിപ്പാൽ വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ നമുക്കത് ഷെയ്ക്ക് ആയിട്ട് കിട്ടും. ഞാനിവിടെ ലൂസ് പാലായിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് നമുക്കിതാ ഈ ഒരു നട്ട്സ് ആണ് പൊടിച്ചെടുക്കാം. അപ്പോൾ ബദാമും കാഷ്യും നല്ലപോലെ പൊടിയായിട്ട് കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടക്ക് ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടാവും, ഒരു കരകരപ്പുണ്ടാവും. അതിനിടയ്ക്ക് ഇതാ സച്ച് കൂടെ കുറച്ച് മോരും വെള്ളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആ പൊടിച്ചതൊക്കെ നമുക്ക് ഈത്തപ്പഴം അതുപോലെ തന്നെ ആ ഒരു 2 പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതുപോലെ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി. ഞാനിവിടെ കുറച്ച് അധികം ഒഴിച്ചതുകൊണ്ട് നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പാൽ ഒഴിച്ചടിക്കുമ്പോൾ നല്ലപോലെ തിക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ചും കൂടെ പാൽ ഒഴിക്കാം കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് എത്രത്തോളം ലൂസ് വേണം അത്രത്തോളം നമുക്ക് പാലൊക്കെ ഒഴിക്കാം കേട്ടോ. പക്ഷേ നമ്മൾ ലൂസാക്കും തോറും മധുരം കുറയും. അപ്പോൾ ഈ ഒരു തിക്കിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം എന്നാൽ നല്ലപോലെ ലൂസും ഉണ്ടാവും. നല്ല തിക്കിൽ കുടിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമുക്ക് മട്ടിക്കൂട്ടും. ഷുഗർ നമ്മൾ ഇതിലോട്ടൊരു തുള്ളി പോലും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ചെയ്തതെല്ലാം പാളിപ്പോയി എന്ന് പറഞ്ഞ പോലെ ജ്യൂസിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. മോരും വെള്ളം ഉണ്ടാക്കിയതോടുകൂടി അതൊന്ന് നല്ലപോലെ ഒരു പച്ചമുളക് കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പഞ്ചസാരയും വെള്ളമൊക്കെ എടുത്ത് കുടിച്ചതുകൊണ്ടാണ് ആ ഒരു അവൻ്റെ ഈ ഒരു ടീഷർട്ടിലൊക്കെ നല്ലപോലെ വെള്ളമായിട്ടുള്ളത്. പിന്നെ അത് ഈ ഒരു ജ്യൂസാണ് കുടിച്ചിട്ടാണ് അവനൊന്ന് നിലത്ത് നിന്നിട്ടുള്ളത് കേട്ടോ. നല്ലപോലെ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് നല്ലപോലെ ചുണ്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും എരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഈ ഒരു ജ്യൂസ് കുടിച്ചപ്പോൾ കുറച്ച് സമാധാനമായി. അങ്ങനെ അതാ നമ്മുടെ വേറിയിട്ടുള്ള ആ ഒരു നെയ്ച്ചോറാണ്. രാത്രിയായപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എന്തോ ഇപ്പോൾ ഇതെങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്നുള്ളതൊക്കെ അങ്ങനെ ആലോചിച്ച് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞാൻ കുറച്ച് നെയ്ച്ചോറ് വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും വേറെ പോലെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.